അഭിനന്യ പിതാക്കന്മാരെ, സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അഭിനന്യ ജേക്കബ് പിതാവ് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം അറിയിക്കുവാനായിട്ട് പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്യ ജോയ് പിതാവേയും പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ മർത്തോമാ ശ്ലീഹായുടെ ദൂരാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. ഈ വലിയ തിരുനാൾ ദിവസത്തിൽ നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു അറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ പ്രഭാതത്തിൽ നിൽക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിട്ട് പരിശുദ്ധ പിതാവ് അന്ന് 2001 മാർപ്പാപ്പ ആയിരുന്ന ജോൺ പോൾ രണ്ടാമൻ നമ്മുടെ രൂപത സ്ഥാപിച്ചുകൊണ്ടും എന്നെ അതിൻ്റെ ആദ്യത്തെ മെത്രാനായി നിയമിച്ചുകൊണ്ടും കൽപ്പന നൽകി. ആ രീതിയിലുള്ള ശുശ്രൂഷയിൽ നമ്മൾ ഇതുവരെയും വളർന്നു വരികയാണ് ചെയ്തത്. കാനൻ നിയമം അനുസരിച്ച് ഔദ്യോഗികമായിട്ട് ഒരു മെത്രാനും വൈദികനും ഒക്കെ 75 വയസ്സാകുന്നതോടുകൂടി റെസിഗ്നേഷൻ കൊടുക്കണം. അത് സ്വീകരിച്ചിട്ട് അടുത്ത ആളെ നിയമിക്കുന്ന പാരമ്പര്യമാണ് സഭയിലുള്ളത്. അങ്ങനെ ഇന്ന് ഈ ദിവസം വളരെ പ്രത്യേകമായ രീതിയിൽ എൻ്റെ രാജി ഔദ്യോഗികമായിട്ട് പരിശുദ്ധ പിതാവ് സ്വീകരിക്കുകയും പിൻഗാമിയായിട്ട് ഈ നമ്മുടെ ഷിക്കാഗോ സെൻറ് തോമസ് രൂപതയിലെ അടുത്ത മെത്രാനായിട്ട് അഭിനന്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ പരിശുദ്ധ പിതാവ് നിയമിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ നിങ്ങളിവരെയും അറിയിക്കട്ടെ. ഔദ്യോഗികമായിട്ട് ഇത് റോമിലും അവിടെ ഈ 3-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് അറിയിക്കുക. അതിൻ്റെ അതേ സമയം തന്നെ നാട്ടിലെ നമ്മുടെ സീറോ സഭ ആസ്ഥാനത്ത് കാര്യാലയത്തിൽ അവിടുത്തെ സമയം ഉച്ച കഴിഞ്ഞ് 3:30 മണിക്കാണ് അവിടെയും ആ അറിയിപ്പ് നടന്നിട്ടുണ്ട്. നമ്മുടെ സമയം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് രാവിലെ 5 മണിക്കായതുകൊണ്ടാണ് ഇപ്പോൾ 7 മണിക്ക് അറിയിക്കാമെന്ന് വെച്ചത്. ഏതായിരുന്നാലും ഈ രീതിയിൽ ഇന്ന് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ പുതിയ രൂപതാധ്യക്ഷനെ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കാനും ആദരിക്കാനും അനുമോദിക്കാനുമുള്ള പ്രത്യേക അവസരമാണിന്ന്. അത് ഈ വലിയ തിരുനാളിൻ്റെ ദിവസം തന്നെ മാർത്തോമാ ശ്ലീഹായുടെ ദൂരാന തിരുനാൾ തന്നെ നമുക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള മാർപ്പാപ്പയുടെ കൽപ്പനയെ അധികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അമേരിക്കയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരിക്കുന്ന അപ്പോസ്തലിക് നുൻഷിയോ മോസ്റ്റ് റവറൻഡ് ക്രിസ്റ്റഫർ പേയറാണ് അറിയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കൽപ്പന ഇപ്പോൾ നമ്മുടെ രൂപതയുടെ ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോർജ് ദാനവേച്ചൻ വായിക്കുന്നതാണ്. Apostolic Nunciature, United States of America, 28 June 2022. Your Excellency, I now confirm in writing that the Holy Father Pope Francis has appointed you, the Bishop of the St. Thomas Syro-Malabar Diocese of Chicago, having accepted the resignation of Most Reverend Jacob Angadiath from the pastoral governance of that same circumscription. The date of publication of your appointment and this resignation will be Sunday, July 3rd, 2022 at noon in Rome, 6 a.m. here in Washington, D.C. I extend to you my sincere congratulations and assurance of a special remembrance in prayer. With cordial regards and best wishes, I am sincerely yours in Christ, Christopher Pire, Apostolic Nuncio. പുതിയ പിതാവിനെ ഒരു ബൊക്കെ നൽകി അഭിവന്ദ്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവ് തൻ്റെ ആശംസകൾ, സന്തോഷം അറിയിക്കുകയാണ്.
Please be seated. Now I shall read the biodata of Bishop Mar Joy Alapat. Bishop Mar Joy Alapat was born at Parappukara in Thrissur district, Kerala, India, on September 27, 1956, as the second son of late Mr. Varghese and late Mr. Rosie Alapat. He has two brothers and two sisters. His baptismal name is John, and he is named after the patron saint of his parish, Saint John Nepomuk. He was commonly known as Joy Alapat. He had his primary school education at St. George Lower Primary School, Puthenpalli, Varappuzha, his upper primary school at Parappukara, and his high school at PVS High School, Parappukara. After his high school studies in 1972, he joined the St. Mary's Minor Seminary, Thop, Thrissur. He completed his major seminary studies at St. Thomas Apostolic Seminary, Vadavadur, Kottayam, and was ordained by Mar James Padayatil on December 31, 1981, for the Diocese of Iriñalakuda. He served as assistant parish priest at Chalakudi, Mala, and St. Thomas Cathedral, Iriñalakuda. He earned his master's in theology from St. Joseph Pontifical Institute, Aluva. He completed his master's in sociology from Andhra University. He served as chaplain and mission director of the Syro-Malabar community in Chennai, Tamil Nadu, for 6 years from 1987 to 1993. He came to the United States in 1994 and served as associate pastor in the Archdiocese of New York and Archdiocese of Newark. He completed his clinical pastoral education program and worked as a certified priest chaplain at Georgetown University, Washington, D.C. Mar Jacob Angadiath invited him in 2002 to serve in the Syro-Malabar Catholic Diocese of Chicago, and he was appointed as the director of Syro-Malabar Mission in the region of New Jersey, and later appointed as the administrator of Our Lady of Sorrows Church, Garfield. He was the convener of the Syro-Malabar National Convention in 2003 in New Jersey. In 2011, he was appointed as the pastor of the Mar Thomas Sliha Syro-Malabar Cathedral, Chicago. While he was serving as the pastor of the Mar Thomas Sliha Syro-Malabar Cathedral, on July 24, 2014, Holy Father Pope Francis appointed Reverend Father Joy Alapat as the auxiliary bishop of St. Thomas Syro-Malabar Catholic Diocese of Chicago, and also as the titular bishop of the See of Benzina. On September 27, 2014, was his episcopal ordination by His Beatitude Mar George Cardinal Alanjeri, the major archbishop of the Syro-Malabar Church. Bishop Joy Alapat is a known retreat preacher, orator, musician, and an influential pastor with efficient administrative skills. He has written lyrics of several Christian devotional songs and published a few musical albums. On July 3, 2022, by accepting the resignation of Bishop Mar Jacob Angadiath, Pope Francis appointed Bishop Mar Joy Alapat as the Bishop of the St. Thomas Syro-Malabar Catholic Eparchy of Chicago. Congratulations, prayers, and Bishop, dear Pidave. രൂപത സമൂഹത്തിൻ്റെ എല്ലാം വൈദിക സമൂഹത്തിൻ്റെ രൂപത സമൂഹത്തിൻ്റെ മുഴുവൻ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി രൂപതയുടെ വികാരി ജനറൽമാരിൽ ഒരാളായ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവേ, ദൈവ നിയോഗപ്രകാരം ചിക്കാഗോ സിറോ-മലബാർ രൂപതയുടെ പുതിയ ഇടയനായി പരിശുദ്ധ മാർപ്പാപ്പായാൽ നിയമിതനായിരിക്കുന്ന അഭിവന്യ ജോയി ആലപ്പാട്ട് പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, ഈ രൂപതയിലെ പ്രിയപ്പെട്ട ദൈവജനമേ, 21 സംവത്സരങ്ങൾ
ദൈവപരിപാലനയുടെ വഴിയിലൂടെ അജപാലന മുന്നേറ്റം നടത്തിയ അമേരിക്കയിലെ സീറോ മലബാർ സഭയ്ക്ക് അഭിമാനത്തിൻ്റെയും അതിരറ്റ സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും നിമിഷങ്ങളാണ് ഇപ്പോൾ. അമേരിക്കയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ കുടിയേറ്റ ജനതയുടെ പുതിയ അജപാലകനായി നിയമിതനായിരിക്കുന്ന നിയുക്ത ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് പിതാവിന് രൂപതയുടെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും ആശംസകളും അനുമോദനങ്ങളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. മാർ തോമാസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് സെൻറ് തോമസ് സീറോ മലബാർ രൂപതയുടെ അജപാലന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. 118 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയായി നിന്നുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയാം. ദൈവം തന്നെ ഭരമേൽപ്പിച്ച് രൂപതയാകുന്ന ഇളം പൈതലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു വളർത്തി യൗവനത്തിൽ എത്തിച്ച ശേഷം ദൈവനിയോഗപ്രകാരം വൈദിക കൂട്ടായ്മയിൽ നിന്ന് പക്വമതിയും വിവേകിയും സ്നേഹധനനും ദൈവകൃപയുള്ളവനുമായ അനുയോജ്യ പിൻഗാമിയെ കണ്ടെത്തി തൻ്റെ ദൗത്യം ഭരമേൽപ്പിച്ച് വിശ്രമജീവിതത്തിന് തയ്യാറെടുക്കുകയാണ് ജേക്കബ് പിതാവ്. രൂപതയുടെ സ്ഥാപനകാലം മുതൽ രൂപതയിൽ ഒരു വൈദികനായും 2014 മുതൽ രൂപതയുടെ സഹായ മെത്രാനായും അഭിമന്യ പിതാവിനോടും രൂപതയോടും രൂപതയിലെ വൈദികരോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ ജോയ് പിതാവ് രൂപതയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ വ്യക്തിയും ഈ രൂപതയെ നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യനുമായ പിതാവുമാണ്. ദീർഘനാൾ കാത്തിരുന്ന് വാർദ്ധക്യമെത്തിയ അബ്രാഹം വാഗ്ദാന പൂർത്തീകരണമായി തനിക്ക് ഇസഹാക്ക് എന്ന കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ ശിശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞതുപോലെ ജേക്കബ് പിതാവ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ സംതൃപ്തിയോടെ. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ ജേക്കബ് പിതാവും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഈ രൂപതയുടെ ഭാവി രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ ദാസനെ സമാധാനത്തിൽ വിശ്രമത്തിന് വിട്ടയക്കുക. ഒന്നും ഇല്ലായ്മയിൽ നിന്നും ദൈവം തന്നെ ഭരമേൽപ്പിച്ച സീറോ മലബാർ സമൂഹത്തെയും ക്നാനായ കത്തോലിക്ക സഭാ വിഭാഗത്തെയും വളർത്തി ഈ കത്തീഡ്രൽ ഉൾപ്പെടെ 50 ഇടവകകളും 34 മിഷനുകളും അനുബന്ധ സ്ഥാപനങ്ങളുമാക്കി വലിയൊരു അജപാലന മുന്നേറ്റമാണ് ജേക്കബ് പിതാവ് നിർവഹിച്ചത്. ഇതിൽ 5 ഫൊറോനകൾ ഉൾപ്പെടെ 15 ഇടവകളും 8 മിഷനുകളും ക്നാനായ കത്തോലിക്കർക്കായി അഭിമന്യ പിതാവ് സ്ഥാപിച്ചു തന്നതാണ്. അവരെ കൂടി സഭാത്മകമായി സ്വയം പര്യാപ്തിയിലെത്തിക്കുവാൻ അത്യധികം ആഗ്രഹിച്ചെങ്കിലും അതുമാത്രമാണ് ജേക്കബ് പിതാവിന് പൂർത്തിയാക്കാൻ നാളിതുവരെ സാധിക്കാതെ പോയത്. ജോയ് പിതാവിൻ്റെ ആദ്യ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ഈ രൂപതയിലേക്ക് ക്നാനായ ജനത്തിൻ്റെ വലിയ പ്രതീക്ഷ. ഈ രൂപതയുടെ ബഹുമുഖ അജപാലന വളർച്ചയ്ക്ക് അഭിമന്യ ജേക്കബ് പിതാവ് നൽകിയ വലിയ നേതൃത്വത്തിന് രൂപതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം നിയുക്ത രൂപതാധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് പിതാവിന് സർവ്വവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും രൂപതയിലെ എല്ലാ വൈദികരുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും പേരിൽ ആശംസിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആത്മരക്ഷയിലേക്ക് വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ ആവശ്യമായ തീക്ഷ്ണതയും ആരോഗ്യവും ദൈവിക ജ്ഞാനവും നൽകി പരിശുദ്ധാത്മാവ് അങ്ങേ നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രൂപതയിലെ വൈദികരും സമർപ്പിതരുമായ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ആത്മാർത്ഥമായ പ്രേക്ഷിത സഹവർത്തിത്വവും പ്രാർത്ഥനയും ഞങ്ങൾ അങ്ങേക്ക് വാഗ്ദാനം ചെയ്യുന്നു. അജഗണങ്ങളെപ്പറ്റി ഉള്ള ദൈവഹിതം ആലോചിച്ചറിഞ്ഞ് ഒരു നല്ല ഇടയനായി ആചാര്യ ശുശ്രൂഷ ചെയ്ത് സഭയെ പടുത്തുയർത്തുവാൻ
ദൈവം പിതാവിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി അഭ്യന്ത്യ ജോയി ആലപ്പാട്ട് പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭ്യന്യ അങ്ങയുടെ പിതാവേ, വികാരി ജനറാളച്ചന്മാരായ തോമസ് കടുകുപള്ളിയച്ച, തോമസ് മുളവിനാലച്ച, ചാൻസലർ ജോർജ് ദാനുവേലിയച്ച, കുര്യൻ നെടുവേലിയച്ച, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ഒരു നല്ല പ്രഭാതത്തിന് നാം എല്ലാവരും ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കൊരു സദ്വാർത്ത തന്ന് ഈ പ്രഭാതത്തെ അനുഗ്രഹിച്ച പിതാവായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കുറഞ്ഞൊരു കാലമായി അങ്ങിങ്ങ് കേട്ടുകൊണ്ടിരുന്ന പല ഊഹാപോഹങ്ങൾക്ക് ഇന്ന് ഇവിടെ വിരാമമിടുകയാണ്. 2001 പുതുതായി രൂപം കൊണ്ട ചിക്കാഗോ കേന്ദ്രമായുള്ള അമേരിക്കയിലെ സെൻറ് തോമസ് സീറോ മലബാർ രൂപതയുടെ ഭരണസാരഥ്യം കഴിഞ്ഞ 21 വർഷക്കാലം സുധീരമായും ഹൃദ്യമായും നിർവഹിച്ച അഭിമന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിൽ നിന്നും ഈ എളിയവനായ എന്നിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, എളിമയോടെ സ്വീകരിക്കുന്നു. ഈ പദവി ഞാൻ ആഗ്രഹിക്കുന്നതോ ആവശ്യപ്പെട്ടതോ അർഹിക്കുന്നതോ ആയ ഒരു പദവിയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹം എന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് നിർബന്ധിക്കുകയാണ്. റോമിലെ പരിശുദ്ധ സിംഹാസനവും കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാരും ചിക്കാഗോ കേന്ദ്രമായി അമേരിക്കയിൽ പ്രവർത്തിച്ചു വരുന്ന സീറോ മലബാർ രൂപതയിലെ വൈദിക സന്യാസ ഗണങ്ങളും വിശ്വാസികളും അഭ്യന്യ അങ്ങാടിയത്ത് പിതാവും എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ ഞാൻ ആദരിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായും അപ്പോസ്തലന്മാരും മുന്നിൽ കണ്ട സഭാ തരുവിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങളേവരുടെയും നിർലോഭമായ പ്രാർത്ഥനയും സഹായവും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. 21 വർഷക്കാലം ആത്മാവിൻ്റെ ശക്തിയിലും പരിപൂർണ ജ്ഞാനത്തിലും ഈ രൂപതയെ രൂപപ്പെടുത്തിയെടുത്ത അഭ്യന്യ അങ്ങാടിയത്ത് പിതാവിൻ്റെ പവിത്രമായ കരങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞത് വാക്കുകളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. നിങ്ങളോടുകൂടി ഞാൻ എന്താണോ അത് എന്നെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണോ അത് എന്നെ ഭാരപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്രഖ്യാപനം ഇവിടെ നടത്തുവാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അങ്ങാടിയത്ത് പിതാവിന് ഞാൻ ഈ അവസരം നന്ദി പറയട്ടെ. അതോടൊപ്പം ഈ ലളിതമായ ചടങ്ങ് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നിയമന പത്രിക വായിച്ച ചാൻസലർ ജോർജ് ദാനുവേലി അച്ഛനും വികാരി ജനറൽമാരായ തോമസ് കടുക്കപ്പള്ളി അച്ഛനും ആശംസകൾ നേർന്ന മുളവിനാലച്ഛനും കുര്യനച്ഛനും ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. ഇന്നത്തെ ഈ സംഭവത്തിന് സാക്ഷികളാകുവാൻ ഇവിടെ ഈ പ്രഭാതത്തിൽ എത്തിച്ചേർന്ന നിങ്ങളേവരോടും ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് അഭ്യന്ത്യ പിതാക്കന്മാരുടെ ആശീർവാദം സ്വീകരിക്കാം. അതേ തുടർന്ന് ഉടൻ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
So that concludes the service here. Now we continue the Holy Mass. താരയിൽ പൂജ്യബലി വസ്തുവായി അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വഴിയിൽ തളർന്നിടവീണിടാതെന്നും വചനം പാതേയമായി നൽകണേ. വഴിയിൽ തളർന്നിവ വീണിടാതെന്നും വചനം പാതേയമായി നൽകണേ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവഗാനം പകർന്നിടുക.
ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവദാനം പകർന്നിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയവത്തൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്നാത്മാവിനെ നാഥ ഞാൻ തിരുസന്നിധിയിലുയർത്തുന്നു. ശരണം നിന്നിലണയ്ക്കുന്നു. ലജ്ജിതനായി ഞാൻ തീരില്ല. ഞാനറിയാത്തൊരു ജനപദമൻ ശുശ്രൂഷയ്ക്കായി നിലകൊള്ളും. എന്നുടെ ആജ്ഞകളവരെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കും. കർത്താവേ, നിൻ ഭവനത്തിൻ സേവനമനിശം തേടി ഞാൻ ദിവ്യമഹത്വം കുടികൊള്ളും. നിൻ ഭവനം ഞാൻ സ്നേഹിച്ചു. എന്റെ പ്രകാശം കർത്താവാ, എൻ ജീവന്റെ കരുത്തുമവൻ. ഒരു കാര്യം ഞാൻ കാക്ഷിപ്പൂ, അതുമാത്രം ഞാൻ ചോദിപ്പൂ. ജീവിതകാലം മുഴുവനിലും കർത്താവിൻ തിരുഭവനത്തിൽ പാർക്കണമെന്നും ദൈവികമാ മാധുര്യം ഹൃദി നുകരേണം. താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എൻ്റെ കൂടെ നാലെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. My Lord, you are truly the one who raised our bodies. You are the Savior of our souls and the preserver of our lives. We are bound always to thank, adore, and glorify you, the Lord of all, forever. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനുമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. അധ്യായം 6, 8 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടുനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തൻ്റെ സൗഹൃദം നിഗൂഢമാണ്. അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. ശുശ്രൂഷകരുടെ സ്ഥാനം. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തുന്നത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. ഓരോരുത്തർക്കും തങ്ങളുടെ ജോലിക്കനുസരിച്ച് കൂലി ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിൽമേൽ പണിയുകയും ചെയ്തു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തുവിന് എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊരു അടിസ്ഥാനമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ
വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കെന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥനിയായിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സഹോദരനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കെ. അഭിയന്യ ജേക്കബ് പിതാവേ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജൂലൈ 3-ാം തീയതി നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് വിശുദ്ധ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ തിരുനാളാണ് സഭയിൽ ആഘോഷിക്കുന്നത്. ഈ വർഷം നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ്. വിശുദ്ധ തോമസ് അപ്പസ്തോലൻ ഇന്ത്യയിലെ മൈലാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് തൻ്റെ പ്രേക്ഷിത വേല തുടർന്നുകൊണ്ടിരിക്കുന്നതായ ആ സാഹചര്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി ജീവൻ ബലി കഴിക്കേണ്ടി വന്ന ദിവസത്തിൻ്റെ അനുസ്മരണയാണ് നമ്മളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. 1950 വർഷങ്ങൾ പിന്നിടുകയാണ് ഇന്ന് ഈ അപ്പസ്തോലൻ്റെ ജീവിതം വഴിയിൽ. നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ദിവസമാണിന്ന്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമസ് ലീഹായിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നേ ദിവസം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായ ഒരവസരമാണ്.
എല്ലാ തോമസ് നാമധേയത്തിലുള്ള ദേവാലയങ്ങളിൽ മിക്ക ദേവാലയങ്ങളിലും ഇന്ന് വളരെ ആഘോഷമായ രീതിയിലുള്ള തിരുനാൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടവകയും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവിധ ആഘോഷ പരിപാടികൾ നമ്മൾ നടത്തി വരികയാണ്. ഇന്നാണ് നമ്മൾ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേരുക. ഈ അവസരത്തിൽ തോമസ് ലീഹായെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം മറ്റ് പല വർഷങ്ങളിലും ഇവിടെ ഈ തിരുനാളിനോടനുബന്ധിച്ച് വളരെയധികം പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെയധികം പ്രാവശ്യം നമ്മൾ തോമസ് ലീഹായെക്കുറിച്ചുള്ള പരാമർശങ്ങളും ചരിത്രത്തിൽ തോമസ് ലീഹ വഹിക്കുന്നതായ പങ്കിനെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് കിട്ടിയ വലിയ പൈതൃകത്തെക്കുറിച്ചുമൊക്കെ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. അതിലേക്ക് ഞാൻ ഇനി പ്രത്യേകമായിട്ട് ഒന്നും എനിക്ക് സ്വന്തമായിട്ട് കൂട്ടിച്ചേർക്കുവാനായിട്ടില്ല. ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളുടെ വിചിന്തനത്തിന് വേണ്ടിയിട്ട് ഇന്നേ ദിവസം വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തോമസ് ലീഹായെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിലാണ് നമുക്ക് അധികവും കാണാൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ തോമസ് ലീഹയെ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രധാനമായും യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് തോമസ് ലീഹായെ സംബന്ധിക്കുന്ന ചില എപ്പിസോഡ്, ചില രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാണ് 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതായ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാം ഇന്ന് വായിച്ചു കേട്ടത്. അതാണ് ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്ന തോമസ് ലീഹായുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ. അപ്പോൾ ബഥനിയായിൽ ഈശോ സ്നേഹിച്ചിരുന്ന കുടുംബമായിരുന്ന ബഥനിയിലെ ലാസറിൻ്റെ കുടുംബം സന്ദർശിക്കുവാനും രോഗിയായി കിടക്കുന്ന ലാസറിനെ കണ്ട് സുഖപ്പെടുത്തുവാനുമൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഈശോയ്ക്ക് പല പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പോകാൻ സാധിക്കാതിരുന്ന അവസരത്തിൽ അവർ ആളയച്ച് ഈശോയോട് പറയുകയാണ്, അങ്ങ് സ്നേഹിച്ചിരുന്ന സഹോദരൻ ലാസർ ഇത് രോഗബാധിതനായിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് ഈശോ അങ്ങോട്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയും ഈശോ ശിഷ്യന്മാരോട് നമുക്ക് ബഥനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന സ്ലീഹന്മാർ ഉടനെ ഈശോയെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങ് അവിടേക്ക് പോകുന്നത് ഇപ്പോൾ ഉചിതമല്ല എന്ന് പറഞ്ഞ് ഈശോയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പിതാവായ തോമസ് ലീഹ മുന്നോട്ട് വന്ന് പറയുകയാണ്, നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിയാതെ തൻ്റെ ശിഷ്യന്മാരെ കൂടി തൻ്റെ കൂട്ടുകാരെ കൂടി അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈശോയോടൊപ്പം അവിടേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്കവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനമായൊരു ഘടകം നമ്മുടെ വിശ്വാസത്തിൻ്റെ പല കോമ്പോണൻസ് ഉണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് എയറിൽ നിൽക്കുന്ന ഒരു വസ്തുവല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നതോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോ ആയിട്ടുള്ള പല കാര്യങ്ങളാണ്. അതിൽ സഭ നമ്മോട് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്നേഹം എന്നുള്ളത്. വിശ്വാസമുള്ളിടത്ത് സ്നേഹമുണ്ട്. ഈ സ്നേഹവും വിശ്വാസവും തമ്മിൽ വളരെയധികം ഇടകലർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ സ്നേഹം ഉണ്ടാകും. യഥാർത്ഥമായ വിശ്വാസത്തിൽ സ്നേഹമുണ്ടാകും. അപ്പോൾ ഈ തോമസ് അപ്പസ്തോലന് ഈശോയോട് ഉണ്ടായിരുന്ന സ്നേഹമാണ് നമുക്ക് അവിടെ ദൃശ്യമാകുന്നത്, അവിടെ വ്യക്തമാകുന്നത്. എന്ത് ത്യാഗം സഹിച്ചാണേലും ഈശോയോടൊപ്പം പോകുവാനുള്ള വലിയ ഒരു ആഗ്രഹം, ഇത് നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ആർജിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതാണ് സ്നേഹം. ഹൗ മച്ച് ടൈം വി സ്പെൻഡ് ഫോർ അതേഴ്സ്, ഹൗ മച്ച് റിസ്ക് വി ടേക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതായ ഒരു റിസ്ക് ഉണ്ട്. അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യൻ വ്യൂ പോയിന്റിൽ ഈ റിസ്ക് എടുക്കൽ എല്ലാ ജനതകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാ ജനതകൾക്ക് വേണ്ടിയിട്ടും എല്ലാ മനുഷ്യ മക്കൾക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരും റിസ്ക് എടുക്കുന്നതായ ഒരു അവസ്ഥയാണ് നമ്മൾ ആ സ്നേഹം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ വേദപാഠങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ പോകുന്നുണ്ട് എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ആനയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രകാരം ഒരു വലിയ ജീവിത മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് വിശുദ്ധ തോമസ് അപ്പസ്തോലൻ. ആ വിശുദ്ധൻ്റെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട്
നമുക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ് ഈ തിരുനാളിന് കൂടുതൽ അർത്ഥമുണ്ടാകുന്നത്. പലപ്പോഴും മാനുഷികമായ രീതിയിൽ നമ്മൾ അധികം റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ത്യജിക്കേണ്ടി വരുന്ന അവസരങ്ങൾ, എന്തെങ്കിലും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നതോ അതിൽ നിന്ന് മാറി പോകുന്നതോ ആയ അവസ്ഥകളാണ് നമ്മുടെ ചുറ്റിലും കാണുക. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, നിൻ്റെ കൂടെ ഒരു കാതം പോകുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 കാതം പോവുക. നിൻ്റെ ഒരു വസ്ത്രം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവന് നിൻ്റെ കുപ്പായം കൂടി നീ ഊരിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ മൈൽ അവൻ്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് നമ്മൾ തോമാസ് ശ്ലീഹായിൽ നമ്മൾ കാണുകയാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്നുള്ളത്. അപ്പോൾ മരണം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ മാനുഷികമായ രീതിയിൽ നമുക്കുള്ളൊരു പ്രശ്നം എന്താ? മരണം എന്ന് കേട്ടാൽ നമുക്കൊക്കെ ഭയമാണ്. നമ്മൾ മരണത്തിന് മുമ്പിൽ നമ്മൾ ഭയപ്പെട്ടാണ് സാധാരണ നിൽക്കുന്നത്. എന്നാൽ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് മരണം എന്നുള്ളത് ഭയപ്പെടേണ്ടതായിട്ടുള്ളത്, ഭയപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ല. പിന്നെയോ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ എനിക്ക് ലാഭമാണെന്ന് പൗലോസിലെ പറയുന്നതിൻ്റെയും ഒക്കെ കാരണം ഇതാണ്. ഇഫ് വി ആർ റെഡി ടു ലവ് ജീസസ്, if we are ready to love our community, our fellow people, then the death is not an issue for us. അപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് മരണം ഒരു ഭയമായിട്ട് ഉണ്ടാകുക. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുന്നവർക്ക്, ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നവർക്ക് മരണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല, ഒരു ഇഷ്യൂ അല്ല എന്നുള്ളത് ഈ തോമസ് അപ്പസ്തോലൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ യേശുവിനോട് വേണ്ടിയിട്ട് അവിടുന്ന് ഇന്ത്യയിൽ വന്ന് ത്യാഗം സഹിച്ച് ഒരു രക്തസാക്ഷിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ തോമസ് ശ്ലീഹായ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ തിരുനാൾ നമുക്ക് മനോഹരമായിട്ട് ആഘോഷിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടു കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹയെ പോലെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹയെ പോലെ നിന്നെപ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹയുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭാരതത്തിൻ്റെ ശ്ലീഹായും ഞങ്ങളുടെ പിതാവുമായ മാർ തോമാസ് ശ്ലീഹയുടെ കൂടെ നീതിമാന്മാരുടെ ഉയർപ്പിൻ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗഭാഗത്വം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജേക്കബ് മെത്രാനെയും ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, നിന്നിൽ ദൃഢമായി വിശ്വസിച്ച മാർത്തോമായെ ഞങ്ങൾക്ക് ശ്ലീഹായും പിതാവുമായി നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
കർത്താവെ ആശീർവദിക്കണമേ. സഹോദരി, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അപേക്ഷിതം കഠിനമായ പീഡനം വെച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിതത്തിൻ്റെ പദവികൾ കൈവെപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേതോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ ഭവിക്കും. ഭാഗ്യമിയന്നവനേ, കൃപയാൽ പൂരിതനേ, ഉദ്ധിതനായോ മിശിഹാതൻ പാർശ്വം നിന്നിൽ സ്പർശിച്ചു. വിശ്വാസത്തിൻ പൂർണ്ണതയാൽ ദൃഢമായേറ്റു പറഞ്ഞല്ലോ, കർത്താവേ നീയാണെൻ ദൈവം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടിഞ്ചുടെ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്വമുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും
നിത്യായുസ്സിൽ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. പിതാവും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ഇഷ്ടനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവായ മാർ ജേക്കബ് മെത്രാനും മാർ ജോയി മെത്രാനും
പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരെ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ
രക്ഷകന്റെ മൂലമായ ശരീരങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാർന്ന സ്വർണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവങ്ങളെ കുറിച്ച് സ്ഥാപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇപ്പോഴും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരണവരും ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരൊത്ത് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ധന്യപിതാവാ മാർത്തോമാ, മഹനീയം നിന്നോർമദിനം. ശ്രീഹായേ നിൻ സാക്ഷ്യത്തിൻ മകുടമതല്ലോ നിൻ മരണം. തെറ്റിൽ നിന്നും ജനതകളെ മാറ്റി അനുഗ്രഹമാക്കിയ നീ, മഹിമയെഴുന്നൊരു സദനമിതാ നാഥനൊരുക്കി നിനക്കായി. താതനോടൊപ്പം തിരുസുതനും പാവനമാകും റൂഹായും നിൻ മഹിമയ്ക്കായി സ്വർഗത്തിൽ വിജയകിരീടം മെനയുന്നു. നാഥൻ നിന്നെ തന്നിധികൾ പരമേൽപ്പിച്ചു സാമോദം. ക്രോവേന്മാരോടൊപ്പം ഇവർ മിശിഹാനാഥനെ വാഴ്ത്തുന്നു. ആധ്യാത്മികനായ വ്യാപാരി, നിന്റെ കർത്താവിൽ നിന്ന് നീ കക്ര സ്വീകരിച്ചു. അവൻ്റെ അഭീഷ്ടത്തിനൊത്ത് വ്യാപാരം ചെയ്തവനെ അവൻ തന്നെ നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു. നിന്നെ തിരഞ്ഞെടുത്തു തൻ്റെ ഭണ്ഡാരത്തിൻ്റെ അധികാരിയാക്കി.
തൻ്റെ ദാനം നിന്നെ ഭാരമേൽപ്പിച്ചവനെ കോബ്രയന്മാരുടെ ഗണങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. സഹോദരരെ വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ. ഇത്ര ചെറുതാകാനത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഇത്ര ചെറുതാകാനത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമാ. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി. ഇത്ര ചെറുതാകാനത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഇത്ര ചെറുതാകാനത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദേവീയമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കട്ടെ. നമുക്കെല്ലാവർക്കും വിടദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മർത്തോമാശ്ലീഹായുടെ തിരുനാളിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. അവനിനിയുമായ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ വിഷയായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടകളും പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവൻ അച്ചാരും ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാശ്ലീഹായെ പോലെ ഞങ്ങളും നിന്നെ ഏറ്റുപറഞ്ഞതിനും ജീവിതകാലത്തിലും നിനക്ക് സാക്ഷ്യം വഹിക്കാൻ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേർന്നതിനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സുവിശേഷത്തിൻ സന്ദേശം ഭാരതനാടിനു നൽകിട മാർത്തോമായേ സകലേശൻ കരുണാപൂർവമയച്ചല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലെ വരുമണി ചേരാൻ സുവിശേഷം കതിർ ചൂടട്ടെ. സഭയിൽ സ്നേഹം
വളരട്ടെ. വത്സലതാതന്മാർത്തോമാ മാതൃക നിങ്ങൾ കേകട്ടെ. പ്രേഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടാൻ ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുതുതായ നമ്മുടെ രൂപതയുടെ അധ്യക്ഷനായിട്ട് നിബന്ധനായിരിക്കുന്ന അഭ്യുന്യ ജോയ് പിതാവിനെ നിങ്ങളെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അഭ്യുന്യ പിതാവിന് പ്രത്യേകമായ സ്നേഹാദരങ്ങൾ അർപ്പിക്കാം. ഓക്കെ. അതോടെ തന്നെ അറിയിക്കാനുള്ളത്, പിതാവിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണ തിരുക്കർമ്മങ്ങൾ ഒക്ടോബർ മാസം 1-ാം തീയതി ആയിരിക്കും നടക്കുക. അതിന് മുഖ്യ കാർമ്മികനായിട്ട് നമ്മുടെ തന്നെ സഭയുടെ പിതാവും തലവനുമായിരിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ 1-ാം തീയതി ആയിരിക്കും സ്ഥാനാരോഹണ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. അതിനുമുമ്പായിട്ട് വൈദികർക്കുള്ള ധ്യാനവും പ്രിസ്ബിറ്റേറിയവും ക്രമീകരിച്ചിട്ടുണ്ട്. അത് പരിപോലെ അറിയിച്ചിരിക്കുന്ന തീയതി അനുസരിച്ച് സെപ്റ്റംബർ 18 മുതൽ 22 തീയതികളായിരിക്കും നടക്കുക എന്നുള്ളതും പ്രത്യേകം അറിയിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് വൈദികർ തീർച്ചയായിട്ടും രൂപത്തിലെ എല്ലാ വൈദികരും ഒക്ടോബർ 1-ൻ്റെ തിരുക്കർമ്മങ്ങൾ സംബന്ധിക്കേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ഇപ്പോഴേ അവസരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. താങ്ക് യു. അതുപോലെ ഇന്ന് മാർ തോമസ്ലിഹായുടെ തിരുനാൾ ദിനമാണ്. എല്ലാ തോമസുമാർക്കും തിരുനാളിൻ്റെ ആശംസകൾ. വളരെ പ്രത്യേകിച്ചും നമ്മുടെ ഇടവകയുടെ വികാരിയച്ഛനായ പ്രിയപ്പെട്ട തോമസ് കരുപ്പള്ളിയച്ഛന് നിങ്ങളെല്ലാവരുടെയും പേരിൽ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. Happy feast day to